ബംഗളൂരുവിലെ മയക്കുമരുന്ന് മാഫിയയെ തായ്ലൻഡിലിരുന്ന് നിയന്ത്രിക്കുന്നത് മലയാളിയായ വിൻസെന്റ് എന്നയാളാണ്. അയാളുടെ ക്യാരിയർമാർ ബംഗളൂരു നഗരത്തിൽ സജീവമായുണ്ട്. കേരളത്തിൽ നിന്ന് ലഹരിക്കടത്തിന് മാത്രമായി ബംഗളൂരുവിലേക്ക് കൂടുമാറുന്ന വിൻസെന്റിന്റെ കൂട്ടാളികൾ പല സംഘങ്ങളിലായുണ്ട്. 11.5 കോടിയുടെ മയക്കുമരുന്നാണ് ഇന്ന് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്തത്. ഒരു മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് മലയാളികൾ ഉൾപ്പെടുന്ന ലഹരിക്കടത്തു സംഘത്തിന് പിടിവീഴുന്നത്. നഗരത്തിലെ ബാഗലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു കെട്ടിട സമുച്ചയത്തിൽ നടത്തിയ പരിശോധനയിലാണ് 10 കോടിയുടെ ലഹരി മരുന്നുകളുമായി മലയാളികൾ പിടിയിലായത്. അശ്വിൻ, 25-കാരി മുബീന എന്നിവർക്കാണ് പിടിവീണത്. LSD സ്ട്രിപ്പുകളും 5 കിലോ ഹൈഡ്രോ കഞ്ചാവും 534 ഗ്രാം ചരസുമാണ് പിടിച്ചെടുത്തത്. തായ്ലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് ഈ ലഹരി വസ്തുക്കളെല്ലാം. കഴിഞ്ഞയാഴ്ചയും സമാന രീതിയിൽ ലഹരി മരുന്നുവേട്ട നടന്നിരുന്നു. മലയാളിയായി വിൻസെന്റ് എന്നയാളുടെ നേതൃത്വത്തിലാണ് തായ്ലൻഡിൽ നിന്നും ലഹരി വസ്തുക്കൾ ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നത്. ഇയാളെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2 മൊബൈൽ ഫോണുകളും ഒരു 2 വീലറും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു. അശ്വിനും മുബീനയും ഇതിനു മുൻപും ലഹരി കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. മറ്റൊരു കേസിൽ ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കി കടത്താൻ ശ്രമിച്ച 1.5 കിലോ ഹൈഡ്രോ കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.